നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കുടിക്കില്ല, സത്യമായിട്ടും കുടിക്കില്ല. പിന്നെ സിഗരറ്റ്, അതിന്റെ പുകയായാലും മണോ ആയാലും ഇവൾക്കത് ബുദ്ധിമുട്ടാ. സിഗരറ്റും പാടില്ലല്ലേ? പറ്റില്ല എന്ന് പറയാ പറ്റില്ല. ഓക്കെ, അത് വിടാം. കുറച്ച് ദിവസത്തേക്കല്ലേ? അതൊന്നും കുഴപ്പമില്ല നന്ദിനി. എനിക്ക് താൻ ഓക്കെ ആയാൽ മതി. ആരതി, അയാള് കിടന്നോട്ടെ. വേണ്ട, എനിക്ക് കിടക്കണമെന്നില്ല. പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അധികം സംസാരിക്കാനൊന്നും പാടില്ല. ഏട്ടാ, ഞാൻ കിച്ചണിലോട്ടൊന്ന് പോയിട്ട് മണിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കട്ടെ. പറഞ്ഞിട്ട് വരാം. മതി സർ, എപ്പോഴും ഇങ്ങനെ വീശണ്ട. സാരമില്ലടോ. സത്യം പറഞ്ഞ ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഞാനല്ലേ. ഞാനാ തല്ലിക്കൊണ്ടല്ലേ താൻ വീണുപോയത്. എന്താ സർ ഇത്? തല്ലിയതിന്റെ പേരില് ചിക്കൻ ബോക്സ് വരോ? ഇതിന്റെ കാരണം വേറെയാ. സാറത് ആലോചിച്ച് സങ്കടപ്പെടുന്നും വേണ്ട. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. വേണ്ട സർ, വേണ്ട. ഓരോന്നോർത്തിങ്ങനെ വിഷമിക്കില്ലേ? ഓക്കെ, താനേ കണ്ണടച്ച് കിടന്നു. മണിച്ചേട്ടാ, ഇത്രയും ദിവസം നന്ദിനി അടുക്കളയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ അവളുടെ കൺട്രോളിലായിരുന്നു. ഇനി അതൊക്കെ മണിച്ചേട്ടൻ വേണം നോക്കാൻ. എന്റെ കൊച്ചെ, എനിക്ക് ജോലിയൊക്കെ അറിയാം, പക്ഷേ സ്പീഡ് കുറവാ. കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോ ഉപ്പും പുളിയൊക്കെ കുറച്ചിട്ടാ മതി. അതൊന്നും അവൾക്ക് ശരിയാവില്ല. വേറൊരു കാര്യം, കറി താളിക്കരുത്. അതിന്റെ മണമൊക്കെ അലർജി ആയിരിക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനൊരു നാട്ടിൻപുറത്തുകാരനാ, എനിക്കിതൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ ഈ അസുഖം വന്നാലേ അതാത് വീടുകളിൽ നിന്നല്ല അയൽപക്കത്ത് പോലും താളിക്കാറില്ല. എന്തെങ്കിലും സംശയം വന്നാൽ ഞാൻ മോളോട് ചോദിച്ചോളാം. ആയിക്കോട്ടെ. അല്ല മോളെ, സൂര്യ സാറിന് നല്ല വിഷമമുണ്ടല്ലേ? ഉണ്ട്. ഏട്ടന് അത്ര ഇഷ്ടമുണ്ടല്ലോ അവളെ. നന്ദിനി പെട്ടെന്ന് വീണുപോയത് സൂര്യ സാറിന്റെ തല്ല് കാരണമാണ്. അടിച്ച അടി ആ രീതിയിലുള്ളതാണെന്ന് അറിഞ്ഞത്. എന്താ പറഞ്ഞത്? ഏട്ടൻ നന്ദിനി തല്ലിയെന്നോ? അയ്യോ, അത് മോൾ അറിഞ്ഞില്ലായിരുന്നോ? ഏട്ടൻ അവളെ തല്ലാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ തല്ലിയെന്നുള്ളത് സത്യമാ. ഇവിടെ ബാക്കിയുള്ളവർ അതും പറഞ്ഞല്ലേ ആഘോഷിക്കുന്നത്. നന്ദിനിയുടെ ചെവിക്കല്ല് പൊട്ടിയിട്ടുണ്ടാവുമെന്നാ പറഞ്ഞത്. അമ്മാതിരി അടിയല്ലേ അടിച്ചത്. എന്തിനായിരുന്നു തല്ലിയത്? അത് ഇവിടെയുള്ളൊരു മുക്കിയും മൂളിയും പറയുന്നത് ഞാൻ പിടിച്ചെടുത്തതാ. സാറിന്റെ മുറിയില് സാറ് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ഷർട്ടുണ്ടായിരുന്നു. സാറിന്റെ പഴയ കാമുകിയുടേത്. അതാരോ എടുത്തുകൊണ്ട് വന്ന് വേസ്റ്റ് തുണിയുടെ കൂട്ടത്ത് വെച്ചു. ഡൈനിങ് ടേബിളിൽ എന്തോ അഴുക്ക് കിടക്കുന്നത് കണ്ടപ്പോ നന്ദിനി അത് എടുത്തുകൊണ്ട് വന്ന് തുടച്ചു. അത് കണ്ടുകൊണ്ടാ സാറ് വന്നത്. വേറൊന്നും ചോദിക്കാതെ തല്ലുകയും ചെയ്തു. നന്ദിനി നിലത്ത് കിടന്ന് പിടഞ്ഞു എന്നാ യതി സാറ് പറഞ്ഞത്.